ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 62.37% പോളിംഗ്. ത്രിപുരയിൽ 80.17%, പശ്ചിമ ബംഗാളിൽ 77%, തമിഴ്നാട്ടിൽ 62%, രാജസ്ഥാനിൽ 50%മാണ് പോളിംഗ്. ബീഹാറിൽ 4 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 46% പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോൺഗ്രസിനായി വോട്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയത് വട്ടപൂജ്യമാണെന്നും ശശി തരൂരിന് ഇനി വിശ്രമകാലമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. BJPയിൽ ചേർന്നപ്പോൾ അഴിമതി കേസുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഇന്ത്യയിലെ 26 രാഷ്ട്രീയ നേതാക്കളാണെന്നും പിണറായി വിജയൻ. ഇതിൽ 27ാമനാണെന്നും കോൺഗ്രസ് മാധ്യമ വിഭാഗം ചെയർമാൻ പവൻ ഖേര. കേരളത്തിൽ BJPയും CPMഉം ഒരുമിച്ച് യുഗ്മഗാനം ആലപിക്കുകയാണ്. BJPയുടെ താളത്തിന് തുള്ളുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്ത് കേസിലും SNC ലാവ്ലിൻ കേസിലും പുലർത്തുന്ന മൃദു സമീപനം ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു. BJPക്കാർ രാഹുൽ ഗാന്ധിയെ വിളിച്ചിരുന്ന പരിഹാസപ്പേര് നരേന്ദ്രമോദിയുടെ തോളിൽ കൈയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വിളിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുലിന്റെ പഴയ പേര് വിളിക്കാൻ ഇടവരുത്തരുതെന്ന് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മറുപടി പറയുകയായിരുന്നു സതീശൻ. കേരളത്തിൽ BJPയുടെ മൗത്ത് പീസാണ് പിണറായി വിജയനെന്ന് VD സതീശൻ ആരോപിച്ചു. വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജയ് കൗൾ. കണ്ണൂർ കല്യാശ്ശേരിയിൽ 92 വയസ്സുള്ള മുതിർന്ന വനിതയുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടെ ക്രമവിരുദ്ധമായ ഇടപെടൽ ഉണ്ടായെന്ന പരാതിയിൽ 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ റീപോളിംഗ് സാധ്യമല്ലെന്നും വോട്ട് അസാധുവാക്കുമെന്നും ജില്ലാ കളക്ടർ K ഇമ്പശേഖർ അറിയിച്ചു. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള വീട്ടിൽ വോട്ട് നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്ന വിധം ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ജിസ്ന തിരോധന കേസിൽ കോടതിയിൽ വിശദീകരണം നൽകി CBI. രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചു. ജിസ്നയുടെ രക്തക്കറ അടങ്ങിയ വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറിയിരുന്നു എന്ന പിതാവിൻ്റെ മൊഴിയിൽ വ്യക്തത വരുത്താനായി കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത്. പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിൽ. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പ്രിയങ്ക ഗാന്ധി ഇന്ന് രാവിലെ 11:30 പ്രത്യേക വിമാനത്തിൽ ദില്ലിയിൽ നിന്നും കൊച്ചിയിൽ എത്തിച്ചേരും. 12:15 ബെന്നി മെഹനാൻ മത്സരിക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഏരിയാട് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം വൈകുന്നേരം 3:30 മുതൽ 4:50 വരെ തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. 24-ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും പ്രിയങ്ക പ്രചാരണത്തിനിറങ്ങും. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യം സ്വീകരിക്കുന്ന നടപടികൾ പരിഷ്കൃത ലോകത്തിന് അംഗീകരിക്കാനാവില്ല. BJP സർക്കാരിന്റെ ഭേദഗതി മതാടിസ്ഥാനത്തിലെ പൗരത്വമാണ്. ഇതിൽ മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങളെ ഒഴിവാക്കിയത് ലോകം അംഗീകരിക്കില്ല. അമേരിക്ക പോലും CAA അപലപിച്ചുവെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വണ്ടൂരിലെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മുസ്ലിം ലീഗ് കൊടി ഉപയോഗിക്കുന്നതിനെ ചൊല്ലി KSUMS പ്രവർത്തകർ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് ശേഷമാണ് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത്. MSF പ്രവർത്തകരാണ് മുസ്ലിം ലീഗ് കൊടി പ്രചാരണ പരിപാടിയിൽ ഉയർത്തിയത്. ഇത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെയാണ് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായതെന്നും പിന്നീട് UDF നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചതെന്നും റിപ്പോർട്ടുകൾ. കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കാൻ കോൺഗ്രസ് BJP ഒത്തുകളി നടക്കുകയാണെന്ന് INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. കൊടി പിടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ്. ആദർശ രാഷ്ട്രീയം സംരക്ഷിക്കാൻ ലീഗുകാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF അജാനൂർ വെസ്റ്റ് ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി നോർത്ത് കോട്ടച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ ജീവിതത്തിന് മുകളിൽ ബുൾഡോസർ കയറ്റിയിറക്കിയാണ് UPയിൽ യോഗി ആദിത്യനാഥ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ശുദ്ധികലശം നടത്തുന്ന കെട്ടകാലമാണ് മോദിയുടെ ഭരണകാലം. അധസ്ഥിത പിന്നോക്ക പട്ടിക വിഭാഗം
രാജ്യത്ത് കടുത്ത ദുരിതത്തിലാണ്. മനുഷ്യനെ വിഭജിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് RSS നടപ്പിലാക്കുന്നത്. ഇതിനെതിരെ യോജിച്ച പോരാട്ടം ഉയർന്നു വരണമെന്നും ഈ തെരഞ്ഞെടുപ്പ് അതിന് പറ്റിയ അവസരമാണെന്നും മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. യോഗത്തിൽ അസൈനാർ അധ്യക്ഷത വഹിച്ചു. പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് തിരുവമ്പാടി ദേവസ്വം തൃശൂർ പൂരം നിർത്തിവെച്ചു. രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ പഞ്ചവാദ്യക്കാർ വടക്കുംനാഥ ക്ഷേത്രനടയ്ക്ക് മുന്നിൽ വെച്ച് പിരിഞ്ഞുപോയി. ആനകളും പൂരപ്രേമികളും മടങ്ങി. നടുവിലാലിലെ പൂരപ്പന്തലിൽ ലൈറ്റ് അണച്ചു. തിരുവമ്പാടി ദേവസ്വം ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവം. പാറമേക്കാവിലമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ഒരാനയെയും ഏതാനും മേളക്കാരെയും മാത്രം കടത്തിവിട്ടതും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. പൂരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് തിരുവമ്പാടി ദേവസ്വം ആരോപിക്കുന്നത്. ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ തിരിച്ചടിച്ച് ഇസ്രായേൽ. ഇറാൻ നഗരമായ ഇസ്ഫഹാനിലെ ഷാഹിദ് സലാമി എയർബേസിലായിരുന്നു ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചു. രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഏപ്രിൽ 1 ഇസ്രായേലിൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്രകാര്യ മന്ത്രാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് ആധാരമായത്. തുടർന്ന് ഇതിന് തിരിച്ചടിയെന്നോണം ഏപ്രിൽ 13 300-ലധികം മിസൈലുകളും അയച്ച് ഇറാൻ മറുപടി നൽകിയിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.